പക്ഷേ ഇതിനുത്തരം എനിക്ക് കിട്ടിയേ പറ്റൂ. പ്രിയങ്ക അതില് തൊട്ടിട്ടില്ല. വരുൺ, നീ അത് അയൺ ചെയ്യാൻ ഏൽപ്പിച്ചത് രാധികയല്ലേ? എന്താ പറ്റിയതെന്ന് അവളെ വിളിച്ച് ചോദിക്ക്. ഏയ് അതെ, രാധികയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ഒന്നും പറ്റില്ല. നീ അഥവാ പറ്റിയാലും അത് എന്നെ അറിയിക്കാനുള്ള സാമാന്യ മര്യാദ അയാൾക്കുണ്ട്. അത് വരുൺ പറഞ്ഞത് സത്യം. ആ കുട്ടി അങ്ങനെ ഒന്നും ചെയ്യില്ല. ആഹാ, അപ്പോ സംശയം നമുക്ക് തീർക്കാലോ. രാധികേ, രാധികേ. അതെ, ഞാനിത് സഹിക്കാൻ തുടങ്ങിയിട്ട് കുറെ ദിവസങ്ങളായി. എനിക്കിപ്പൊ തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയേ പറ്റൂ. രാധികേ, നീ ഡ്രസ് അയൺ ചെയ്യുമ്പോ പ്രിയങ്ക ഇതുവഴി വന്നായിരുന്നോ? ഇല്ല. ആരാ ഈ ഡ്രസ് മടക്കി വെച്ചത്? ഞാനാ. ദേ, ഇത് നിന്റെ കയ്യിൽ നിന്ന് സംഭവിച്ചതാണോ? ചോദിച്ചത് കേട്ടില്ലേ? ഈ ഡ്രസ്സ് കരിഞ്ഞത് നിന്റെ കയ്യിൽ നിന്നാണോന്ന്? അതെ. ഞാൻ വെറുതെ കൂട്ടി കരിച്ചതാ. കരുതി കൂട്ടി കരിച്ചതോ? എന്തിനാ? ഇത്തരം ജോലികളൊന്നും ഇനി എന്നെ ഏൽപ്പിക്കാതിരിക്കാൻ. സ്വന്തം ഭാര്യ കൺമുന്നിലുള്ളപ്പോ ഇത്തരം ജോലികൾക്കൊക്കെ അവളെ ആശ്രയിക്കേണ്ടത്, അല്ലാതെ എന്നെ അല്ല. മോളെ രാധിക, നീ എന്തൊക്കെയായി പറയുന്നേ? ഞാൻ പറഞ്ഞത് കാര്യമില്ല മുത്തശ്ശി. ഞാനിവിടെ വന്ന് നിൽക്കുന്നത് എന്റെ അനുജത്തിക്ക് ഒരു സഹായത്തിന് വേണ്ടിയാ, അല്ലാതെ വേറെ അടിമപ്പണിയൊന്നും എന്നെ കൊണ്ട് ചെയ്യിക്കാൻ ആരും കരുതണ്ട. ഇനിയും ഇത്തരം പണികൾ എന്നെ ഏൽപ്പിച്ച ഇങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ ചെയ്യാം. ഇതിന്റെ പേരിൽ എന്നെ ഇനി പറഞ്ഞു വിട്ടാലും കുഴപ്പമില്ല. ഇപ്പൊ കാര്യം തെളിഞ്ഞല്ലോ. ഇവളുടെയൊക്കെ സ്വഭാവം ഇത്ര